ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ക്രാങ്ക് ഡാമേജ് ആയത് മൂലം ഫുൾ എഞ്ചിൻ റീബിൽഡ് ചെയ്യേണ്ടി വന്ന ടൂ വീലറിൻ്റെ ഫുൾ എഞ്ചിൻ ഫിറ്റിംഗ് വീഡിയോ സീരീസിലെ പാർട്ട് 1 വീഡിയോയാണ് ടെക്നോ ടിപ്സ് ഓറിയയിൽ ഇന്ന്. ഏതൊരു തുടക്കക്കാരനും തന്നെ യാതൊരു സംശയം വരാത്ത രീതിയിൽ എഞ്ചിൻ പൂർണ്ണമായും അഴിച്ചെടുത്ത് എങ്ങനെ ഡിസസംബിൾ ചെയ്യാമെന്നുള്ള വീഡിയോ ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അതുപോലെ തന്നെ തുടർ വീഡിയോകളുടെ വീഡിയോ ലിങ്കുകൾ അത് പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഫുൾ എഞ്ചിൻ റീസെറ്റ് ചെയ്യുമ്പോൾ എല്ലാ ബെയറിങ്ങുകളും ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ്. ആദ്യം തന്നെ ക്രാങ്ക് കേസിലെ ഈ 2 ബെയറിങ്ങുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. ക്രാങ്ക് കേസിൽ യാതൊരുവിധ രീതിയിലുള്ള സ്ക്രാച്ചുകളൊന്നും വരാതിരിക്കാൻ ഇതുപോലെ 2 ടയറുകളുടെ ഇടയിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചതിന് ശേഷം എൻജിൻ ബെയറിംഗ് അടിച്ചൂരുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ഹെക്സ് സോക്കറ്റ് ഉപയോഗിച്ച് ഇതുപോലെ അടിച്ചൂരിയെടുക്കാവുന്നതാണ്. ഈ കാണുന്ന എൻജിൻ ബെയറിംഗ് അഴിക്കാനായി ഒരു ബെയറിംഗ് പുള്ളറിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ കയ്യിൽ ബെയറിംഗ് പുള്ളർ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് വെൽഡ് ചെയ്താണ് അഴിച്ചത്. ക്രാങ്ക് കേസിൻ്റെ രണ്ടാമത്തെ ഭാഗത്തുമുണ്ട് 2 ബെയറിങ്ങുകൾ. ഈ 2 ബെയറിങ്ങുകൾ നമുക്ക് അടിച്ചൂരിയെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ക്രാങ്ക് കേസ് ഇതുപോലെ യാതൊരുവിധ സ്ക്രാച്ചും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ വെച്ചതുപോലെ തന്നെ ടയറിൻ്റെ മുകളിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചുകൊണ്ട് ഒരു ചെറിയ ഹെക്സ് സോക്കറ്റ് മെൽ റോഡും ഉപയോഗിച്ച് മെല്ലെ തട്ടി ഇങ്ങനെ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് വരുന്ന രണ്ടാമത്തെ ബെയറിങ് നമുക്ക് ഊരിയെടുക്കാം. പുതിയ ബെയറിങ്ങുകൾ ഇടുന്നതിന് മുൻപ് ക്രാങ്ക് കേസ് നന്നായി ഡീസലിൽ വാഷ് ചെയ്ത് പഴയ പാക്കിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ സൈഡിലുണ്ടെങ്കിൽ അതെല്ലാം നല്ല കുത്തിക്കളഞ്ഞ് ക്ലീനാക്കി വെക്കണം. ആദ്യം തന്നെ ക്രാങ്ക് കേസിൻ്റെ ഇടത് ഭാഗത്തു നിന്ന് നമുക്ക് ആരംഭിക്കാം. 6203 നമ്മൾ ഇടാൻ പോകുന്ന ആദ്യത്തെ ബെയറിങ്ങിൻ്റെ നമ്പർ. ബെയറിങ് ക്രാങ്ക് കേസിലേക്ക് സെറ്റിംഗ് ആക്കി വെക്കുന്നതിന് മുൻപായി ഒരല്പം എഞ്ചിൻ ഓയിൽ ഉപയോഗിച്ച് ഇങ്ങനെ പുരട്ടിയാൽ വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ എൻജിൻ കേസിൽ ബെയറിംഗ് സീറ്റിംഗ് ആകേണ്ട ഭാഗത്ത് നമുക്ക് ഒരല്പം എൻജിൻ ഓയിൽ ഉപയോഗിച്ച് ഇതുപോലെ ലൂബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കാം. പുതിയ ബെയറിംഗ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് പഴയ ബെയറിംഗ് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം പഴയ ബെയറിങ്ങിൽ അടിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പുതിയ ബെയറിങ്ങിൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ് വരാത്തത് കൊണ്ട് അതിന് ഡാമേജ് വരാൻ വളരെ സാധ്യത കുറവാണ്. ഇനി നമുക്ക് ഈ ചെറിയ സ്ലോട്ടിൽ വരുന്ന ബെയറിംഗ് ഇട്ട് കൊടുക്കണം. എൻജിൻ ബെയറിങ്ങുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും OE പാക്ക് അഥവാ ഒറിജിനൽ എക്യുപ്മെൻറ്റ് പാക്കിങ്ങിൽ വരുന്ന ബെയറിംഗ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 6001 ഈ ബെയറിങ്ങിൻ്റെ നമ്പർ. ഈ ബെയറിങ്ങിൻ്റെ വലിപ്പം നമ്മൾ ആദ്യമിട്ട ബെയറിങ്ങിനേക്കാൾ വളരെ കുറവാണ്. ബെയറിങ്ങിലും അതുപോലെ തന്നെ ബെയറിംഗ് സീറ്റിംഗ് ആക്കേണ്ട ക്രാങ്ക് കേസിലും എപ്പോഴും ഇതുപോലെ എൻജിൻ ഓയിൽ ഉപയോഗിച്ച് ലൂബ്രിക്കേറ്റ് ചെയ്തതിന് ശേഷം ബെയറിംഗ് ഫിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബെയറിംഗ് സീറ്റിംഗ് ആക്കുമ്പോൾ എപ്പോഴും പഴയ ബെയറിംഗ് പുതിയ ബെയറിങ്ങിന് മുകളിൽ വെച്ചതിന് ശേഷം ഇതുപോലെ അടിച്ചു കയറ്റുന്നതാണ് ഏറ്റവും നല്ലത്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്രാങ്ക് കേസിലെ ബെയറിംഗ് റീപ്ലേസ്മെൻറ്റ് പൂർത്തിയായി. ഇനി നമുക്ക് ക്രാങ്ക് കേസിൻ്റെ രണ്ടാമത്തെ ഭാഗത്തും ബെയറിംഗ് ഇട്ട് കൊടുക്കണം. 6203 ഇപ്പോൾ ഇടാൻ പോകുന്ന ബെയറിങ്ങിൻ്റെ നമ്പർ. ഇനി ഇടാനുള്ളത് 6201 എന്ന ബെയറിംഗ് ആണ്. എൻജിൻ മാറുന്നതിനനുസരിച്ച് ബെയറിങ്ങിൻ്റെ നമ്പറിലും അതുപോലെ തന്നെ ബെയറിങ്ങുകളുടെ എണ്ണത്തിലും വ്യത്യാസം വരാം. ഇതെല്ലാമാണ് ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ വരുന്ന ഗിയർ വീൽ കമ്പോണൻറ്റുകൾ. ഇപ്രകാരം കോൺഫിഗർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ മുകളിലേക്കുള്ള അസംബിൾ ചെയ്യാനുള്ള ഇൻഡിവിജ്വൽ കമ്പോണൻറ്റുകളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഇതിന് താഴേക്കുള്ള കമ്പോണൻറ്റുകളാണ് ഇത് 3. ഗിയർ വീൽ അസംബിളിങ്ങിന് മുൻപായി ഗിയർ വീലുകളുടെ കണ്ടീഷനും ഷാഫ്റ്റിൻ്റെ കണ്ടീഷനും നന്നായി ചെക്ക് ചെയ്ത് ഉറപ്പിക്കണം. ആദ്യം തന്നെ ഈ വാഷറാണ് നമുക്ക് ഇടേണ്ടത്. ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു 3 കട്ടിംഗ് സ്ലോട്ടുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ 3 കട്ടിങ്ങുകളും ഷാഫ്റ്റിൻ്റെ പ്രൊജക്ഷനുമായി കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഈ വാഷർ ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റാനാവൂ. വാഷർ പ്രോപ്പറായിട്ടതിന് ശേഷം നമുക്ക് ഇടാനുള്ളത് ഈ കാണുന്ന ഗിയർ വീലാണ്. ഈ ഗിയർ വീലിൻ്റെ ഒരു ഭാഗം ഇതുപോലെ കട്ടിങ്ങോട് കൂടിയതും ഓപ്പോസിറ്റ് ഭാഗം ഇതുപോലെ ഓൾമോസ്റ്റ് പ്ലെയിനുമാണ്. ഈ കട്ടിങ്ങുള്ള ഭാഗം ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ ഇപ്രകാരം വേണം നമുക്ക് ഈ ഗിയർ വീൽ അസംബിൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇടാനുള്ളത്
ദാ ഈ കാണുന്ന വാഷറാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇവിടെയും 3 പ്രൊജക്ഷനുകളുണ്ട്. ഇത് നമുക്ക് പ്രോപ്പറായി ഇതിനുള്ളിൽ കൂടെ വരുന്ന രീതിയിൽ വാഷർ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇനിയുള്ളത് ദാ ഈ കാണുന്ന ഗിയർ വീലാണ്. ഇതിന്റെ 2 ഭാഗം ഒരുപോലെ ഉള്ളതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് സൈഡൊന്നും നോക്കാനില്ല. എന്നാൽ അതിന്റെ ഇന്നർ ഭാഗത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കട്ടിങ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നർ ഭാഗത്ത് വരുന്ന ഈ മില്ലിങ്ങും ഷാഫ്റ്റിൽ വരുന്ന ഈ കാണുന്ന കട്ടിങ്ങും പ്രോപ്പറായി വരുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗിയർ വീൽ വളരെ സിമ്പിളായി ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഇടാനുള്ളത് ഒരല്പം വീതി കൂടിയ ദായി കാണുന്ന വാഷറാണ്. അതിനുശേഷം ഓപ്പോസിറ്റ് ഭാഗത്ത് വരുന്ന 3 കമ്പോണന്റുകൾ കൂടി നമുക്ക് അസംബിൾ ചെയ്യാം. ആദ്യം തന്നെ ദാ ഈ കാണുന്ന കോളർ അഥവാ ബുഷ് നമുക്ക് ഇവിടേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വരുന്ന ഗിയർ വീൽ ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സൂക്ഷിച്ചു നോക്കിയാൽ ഈ ഗിയർ വീലിന്റെ ഒരു ഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ളതും ഓപ്പോസിറ്റ് ഭാഗം ഒരല്പം കുഴി പോലുള്ളതുമാണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ ഭാഗം ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ, അതായത് ഈ ഭാഗം ദാ ഇതുപോലെ വരുന്ന രീതിയിൽ വേണം ഗിയർ വീൽ ഇടുമ്പോൾ വരേണ്ടത്. ഇനി ഈ ഭാഗത്ത് ഇടാനുള്ളത് ദാ ഈ കാണുന്ന വാഷറാണ്. ഇതോടുകൂടി ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഗിയർ വീൽ അസംബ്ലിംഗ് പൂർത്തിയായി. ഇവിടെ 2 സൈഡിലും വാഷറുണ്ട്. ദാ ഇവിടെയും അതിന് നേരെ ഓപ്പോസിറ്റ് ദാ ഇവിടെയുമായി. ഇനി നമുക്ക് ഈ ഗിയർ വീൽ അസംബ്ലി മാറ്റി വയ്ക്കാം. ഇതാണ് ഇൻപുട്ട് ഷാഫ്റ്റ് അഥവാ ക്ലച്ച് ഷാഫ്റ്റ്. ഇൻപുട്ട് ഷാഫ്റ്റിൽ ആദ്യം വരുന്ന ഗിയറുകളെല്ലാം ഒരു സർക്കിളിപ്പ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. ക്ലച്ച് ഷാഫ്റ്റിലും അതിൽ വരുന്ന ഗിയർ വീലിലും കംപ്ലൈൻറ്റ് വരുന്നില്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ റീയൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ വാഷർ ഇട്ട് കൊടുക്കാം. ഈ ഭാഗത്തെ 3 കട്ടിങ്ങുകളും മാച്ചായാൽ മാത്രമേ നമുക്ക് ഈ വാഷർ ഈ ഷാഫ്റ്റിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാനാവൂ. വാഷർ ഇട്ടതിന് ശേഷം നമുക്ക് ഇടാനുള്ളത് ഈ കാണുന്ന ഗിയർ വീലാണ്. ഇതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ കുഴിയുള്ളതും ഓപ്പോസിറ്റ് ഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ളതുമാണ്. കുഴി പോലെ കട്ടിങ്ങുള്ള ഈ ഭാഗം ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ ദാ ഇതുപോലെ വേണം ഗിയർ വീൽ ഇടുമ്പോൾ വരേണ്ടത്. ഇൻപുട്ട് ഷാഫ്റ്റിന്റെ ഈ ഭാഗത്ത് വാഷർ വരുന്നില്ല, അതുപോലെ ഈ ഭാഗത്തും വാഷർ ഉണ്ടാകില്ല. ഇതോടുകൂടി ഇൻഡിവിജ്വൽ ഗിയർ വീൽ അസംബ്ലിംഗ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ബോക്സിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള കണ്ടീഷനിലായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്